നമ്മള് അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഇപ്പുറത്തെ സൈഡ് അറിയില്ല എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പറയുന്നതാണ്. മനുഷ്യന്റെ പ്രാഥമിക പ്രശ്നങ്ങൾക്ക് ഒരു വ്യക്തിപ്പെട്ട എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മനസ്സിലാകുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞത് ബെൻസിൽ പോകുന്ന ഒരാളെ ജയിപ്പിക്കണം എന്നുള്ളതല്ല, പണമുണ്ടാക്കാൻ അറിയുന്നവനെ ജയിപ്പിക്കണം. അല്ലാതെ ഇവൻ ഇതൊന്നും ഇല്ല അതുകൊണ്ട് ഇവനെ ജയിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ട പ്രചരണം ഇതില്ലാത്ത ആളെ ജയിപ്പിക്കൂ എന്ന് പറയുന്നത് ഒരു മെറിറ്റായിട്ട് നമ്മൾ കണക്കാക്കരുത്. ഇതൊരു വലിയ സംഘാടനമുണ്ട്. ഒരു MLA അല്ല ഒരു MP എന്നൊക്കെ പറയുന്ന ആൾക്ക് ഒരുപാട് പേരുടെ നിത്യജീവിതത്തിൽ ഇടപെടാനും സംഘാടനമൊക്കെ ഉള്ള കപ്പാസിറ്റി വേണം. അപ്പം അങ്ങനെ വലിയ തോതിൽ ചെയ്തിട്ടുള്ള ഒരാൾക്ക് സംഘാടനം സാധ്യമാണ്. നമ്മൾ ജനാധിപത്യ രാജ്യത്തല്ലേ, ദുബായിലെ ആളുകൾ ദുബായി ജീവിക്കണല്ലേ, ദുബായ് രാജഭരണമുള്ള സ്ഥലമല്ലേ, രാജാവിന് 4 ഫ്ലൈറ്റില്ലേ. അപ്പോ ഞാൻ പറഞ്ഞ വാച്യാർത്ഥത്തിൽ ഒരു പണക്കാരനെ ജയിപ്പിക്കൂ എന്നുള്ളതല്ല, ഞാൻ പണം ഉണ്ടാക്കാൻ അറിയുന്നവനെ ജയിപ്പിക്കൂ എന്നുള്ളതാണ് പറഞ്ഞത്. 2, അവനും സാധാരണ ഉള്ള വിഷയങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അവർക്ക് സമൂഹത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് അവരങ്ങനെ നിൽക്കുന്നതും എത്തുന്നതും എല്ലാം. ഇപ്പം തനിക്ക് പല എല്ലാ കാര്യങ്ങളും താൻ അനുഭവിച്ചതല്ല തനിക്കറിയാവുന്നത്. തനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ സൈനൈഡ് കഴിച്ചാൽ മരിക്കുമെന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ടും മരിച്ചിട്ട് മനസ്സിലാക്കിയതല്ല. എനിക്ക് മുന്നേ മരിച്ചവനെ കണ്ട് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ. ഷോക്ക് അടിച്ചാൽ മരിക്കുമെന്ന് മനസ്സിലാക്കിയതും എനിക്ക് ഇതുവരെ ഷോക്ക് അടിച്ചിട്ടില്ല. അപ്പൊ അതെനിക്ക് മനസ്സിലാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്കത് മനസ്സിലാവും. എനിക്ക് ആ ബോധ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒന്ന് കഴിവുണ്ടെന്ന് പറയാം, കഴിവില്ലെന്ന് പറയാം. എല്ലാ തരത്തിലും ഒരാളെ നമ്മുടെ മുന്നിൽ ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിൽ ഒരു ഇമേജ് ഇല്ലാത്തവനെ ജയിപ്പിക്കുന്നു എന്ന് പറയുന്ന ഇമേജാണ്, മറ്റൊന്ന് ഉണ്ട് എന്ന് പറയുന്ന ഇമേജാണ്, ബുദ്ധി ഇല്ല എന്ന് പറയുന്ന ഒരു ഇമേജാണ്, ബുദ്ധി ഉണ്ട് എന്ന് പറയുന്ന ഒരു ഇമേജാണ്. അങ്ങനെ നമ്മുടെ മുന്നിൽ